ഇനി നമ്മുടെ സൊസൈറ്റിയിൽ ഇതിൻ്റെ ആവശ്യകത എത്രത്തോളമാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എനിക്ക് പണ്ടൊരു ആക്സിഡൻറ്റ് പറ്റിയ ആളാണ്. അപ്പോൾ എൻ്റെ കൈ ഫ്രാക്ചറായിട്ട് കൈ തളർന്നു പോയി. ഷൂട്ടിങ്ങിനിടയിൽ സംഭവിച്ചതാണ്. അപ്പോൾ എനിക്ക് കൈ പൊക്കാനേ പറ്റില്ലായിരുന്നു. എൻ്റെ ഇവിടുത്തെ ഹ്യൂമറസ് ബോൺ ഒടിഞ്ഞു പോയിട്ട് റേഡിയൽ നെർവ് എന്ന് പറഞ്ഞൊരു നെർവുണ്ട്. അപ്പോൾ അത് വലിഞ്ഞു പോയി. അപ്പോൾ കൈ അനക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനൊരു സിനിമയിലൊക്കെ നായകനൊക്കെ ആയിട്ട് ഇങ്ങനെ അഭിനയിച്ച് അതിന് ശേഷം വേറെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ കൈ ഒടിഞ്ഞിട്ട് ഈ കൈ തളർന്നു പോയി. ഇത് പൊക്കണമെങ്കിൽ ഇപ്പുറത്തെ കൈ കൊണ്ട് പൊക്കണം എന്ന് പറയുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര അല്ലേ. അപ്പോൾ സർജറിയൊക്കെ ചെയ്തപ്പോഴും ശരിയായില്ല. അപ്പോൾ എന്നോട് പറഞ്ഞത് ഫിസിയോതെറാപ്പി ചെയ്തുകൊണ്ടിരിക്കണം, ഒരു 3 മാസമൊക്കെ ആകുമ്പോൾ ശരിയാവുമായിരിക്കും എന്നാണ് പറഞ്ഞത്. ഞാൻ ഫിസിയോതെറാപ്പി ചെയ്യുമായിരുന്നു കണ്ടിന്യൂസ്. മാറ്റങ്ങൾ 1 മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു, 3-ാമത്തെ മാസമായിട്ട് ചെറിയൊരു വിരലിനൊരു ചെറിയ അനക്കം കിട്ടിത്തുടങ്ങിയപ്പോഴാണ് എൻ്റെ ഫിസിയോതെറാപ്പിസ്റ്റ് പറയുന്നത് ഇനി നമ്മൾ രക്ഷപ്പെട്ടു, ഇനി കിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പക്ഷേ ഈ 1 മാസം കഴിഞ്ഞ് വീണ്ടും ചെക്കപ്പിന് ചെല്ലുമ്പോഴും 2-ാമത്തെ മാസം ചെല്ലുമ്പോഴും ഡോക്ടേഴ്സും ഫിസിയോതെറാപ്പിസ്റ്റും തമ്മിൽ സംസാരിച്ചിരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രസ്സും കാണുന്നില്ല. ചിലപ്പോൾ 1 വർഷമെങ്കിലും എടുക്കുമായിരിക്കും കൈക്കൊരു അനക്കം കിട്ടാൻ. എങ്കിൽ നമുക്ക് 1 വർഷം കഴിഞ്ഞിട്ട് ഒന്നും കൂടി സർജറി ചെയ്യേണ്ടി വരുമായിരിക്കും എന്നൊക്കെ ഇവർ ഡിസ്കസ് ചെയ്തു. പക്ഷെ എന്നോട് പറഞ്ഞിട്ടില്ല. എൻ്റെ മനസ്സിൽ ആദ്യം ഡോക്ടർ പറഞ്ഞ ആ ഒരു വാക്കാണ് 3 മാസം കൊണ്ട് ശരിയാകുമായിരിക്കും. ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ ഡെയിലി എൻ്റെ ഫിസിയോതെറാപ്പിസ്റ്റ് ഒന്ന് ഫിസിയോതെറാപ്പി ചെയ്യുമ്പോൾ ഞാനിത് ചെയ്തുകൊണ്ടിരുന്നത്. മറ്റേ ഇവിടെ ഫിസിയോതെറാപ്പി ചെയ്ത ആളുകൾക്ക് അറിയാൻ പറ്റും അല്ലേ, സ്റ്റിമുലേഷനെ കൊടുത്തിട്ടുള്ള പരിപാടി. ആ ഒരു വിശ്വാസം എൻ്റെ മനസ്സിലുണ്ടായതുകൊണ്ടാണ് 90-ാമത്തെ ദിവസം കൃത്യം 3 മാസമായപ്പോൾ എനിക്ക് ചെറിയൊരു അനക്കം കിട്ടി. അപ്പോൾ എൻ്റെ ഡോക്ടറും എന്നോട് ഇത് പറഞ്ഞു, വിഷ്ണുവിൻ്റെ ഉള്ളിൽ ആ വിശ്വാസം ഉണ്ടായതുകൊണ്ടാണ് ഇത് ശരിയായെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ട്രീറ്റ്മെൻറ്റിന് വരുന്നവരോടും കൂടി അവർക്കും കൂടി മനസ്സിലാവാൻ വേണ്ടി ഞാൻ പറയാം, ഇത് ശരിയാവും എന്നുള്ള ഒരു വിശ്വാസം നമ്മുടെ മനസ്സിൽ ഉറപ്പായിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി ഇവരും ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അല്ലേ, നമ്മളെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവരുടെ ആ ഒരു അധ്വാനത്തിനും കൂടി പെട്ടെന്ന് റിസൾട്ട് കിട്ടാൻ നമ്മളും വിശ്വാസത്തോടു കൂടി അതിൽ ശ്രമിച്ചുകൊണ്ടിരുന്നാൽ ഉറപ്പായിട്ടും ഇത് ശരിയാവും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം.